ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, പുറനാട്ടുകര. തൃശൂർ ടൗണിൽ നിന്നും തൃശൂർ കോഴിക്കോട് റോഡിൽ മുതുവറ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃശൂർ അതിരൂപതയിലെ ഈ പുറനാട്ടുകര ദേവാലയത്തിൽ എത്തിച്ചേരാം. ഗോത്തിക് ശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഈ ദേവാലയം ഇവിടുത്തെ ഇടവക സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. മുഖവാരത്തിൽ ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം, ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രീകരണവും മുൻവശത്ത് കാണാം. മണ്ണും വിണ്ണും ഒന്നാകുന്നതുപോലെ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന 5 ഗോപുരങ്ങൾ മുഖവാരത്തിലെ മനോഹര കാഴ്ചയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെയും വിശുദ്ധ എവ്പ്രാസ്യമ്മയുടെയും ചിത്രങ്ങൾ മോണ്ടളത്തിലും സ്ഥാപിച്ചിരിക്കുന്നു. മുൻവശത്തെ കരിങ്കൽ കുരിശ്, പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള മനോഹരമായ ഒരു ഗ്രോട്ടോയും ദേവാലയത്തോട് ചേർന്ന് കാണാം. തൂമഞ്ഞുപോലെ പരിശുദ്ധിയുടെ നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന ദേവാലയം പുറനാട്ടുകരയുടെ ആത്മീയ ചൈതന്യമാണ്. ഇനി ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കാം. ഇവിടുത്തെ ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ദൈവസ്തുതികൾ ഉയർന്നു പൊങ്ങുന്ന വചന കൂടാരം. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ദൈവിക ആനന്ദം ഓരോ മനുഷ്യനും ഈ ദേവാലയം നൽകുന്നുവെന്നത് എടുത്തു പറയണം. ഇവിടം സന്ദർശിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ പ്രേക്ഷകനും ആത്മീയാനന്ദം നൽകും വിധമാണ് ഇവിടുത്തെ മദ്ബഹയുടെ കാഴ്ച. ഏറ്റവും മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ രൂപം, നടുവിൽ കാൽവരിയുടെ പശ്ചാത്തലത്തിൽ ക്രൂശിതൻ. ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദ
വിശുദ്ധരുടെ നിരവധി രൂപങ്ങളും മദ്ബഹയിൽ കാണാം. സക്രാരി, തിരുവോസ്തിരൂപനായ ഈശോനാഥൻ ഇവിടെ വസിക്കുന്നു. ദിവ്യകാരുണ്യമായവനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രധാന അൾത്താര അപ്പവും വീഞ്ഞും തൻ്റെ കരങ്ങളിൽ ഉയർത്തി ഈശോയുടെ പ്രതിപുരുഷനായി വൈദികൻ വിശുദ്ധ ബലിയർപ്പിക്കുന്ന ഇവിടുത്തെ അൾത്താര. അനുദിനം ഇടവക സമൂഹം ഇവിടെ ഒത്തുചേരുന്നു. അൾത്താരയ്ക്ക് മുമ്പിൽ തിരുവത്താഴത്തിൻ്റെ മനോഹരമായ ചിത്രീകരണവും ഇതിൽ കാണാം. മദ്ബഹയുടെ മുൻവശം ഹൈക്കലയുടെ മുകളിൽ പരിശുദ്ധാരൂപിയുടെ ചിത്രീകരണം വർണ്ണഭംഗിയോടെ. പരിശുദ്ധ മാതാവ്, വിശുദ്ധ യൗസേപ്പിതാവ് എന്നിവരുടെ മദ്ബഹ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള രൂപങ്ങൾ. ഈശോയുടെ പിറവിയുടെ ചിത്രീകരണം മദ്ബഹയുടെ വലതുവശം മുകളിൽ. താഴെ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ കൊച്ചുത്രേസ്യ നിത്യസഹായ മാതാവിന്റെ ചിത്രവും ഇവിടെ കാണാം. മറുവശം ഈശോയുടെ ഉത്ഥാനത്തിന്റെ ചിത്രീകരണം മുകളിൽ. താഴെ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുസ്വരൂപം. മുൻവശം വിശുദ്ധ യൗസേപ്പിതാവിന്റെ രൂപവും കാണാം. പീലാത്തോസിന്റെ ഭവനം മുതൽ കാൽവരി വരെയുള്ള കുരിശയാത്രയുടെ ചിത്രീകരണം. അവിടുത്തെ പീഡാനുഭവത്തിന്റെ മായാത്ത ഓർമ്മകൾ ഓരോ നിമിഷവും നമുക്ക് നൽകുന്നു. ഈ ചിത്രീകരണവും ആത്മീയതയുടെ നിറവാണ്. ഇങ്ങനെ വിവിധങ്ങളായ ചിത്രീകരണങ്ങളിലൂടെ പ്രാർത്ഥനയുടെ വലിയ അരൂപിയും തീഷ്ണതയുമാണ് ഈ ദേവാലയം ഓരോ മനുഷ്യനും നൽകുന്നത്. ആയിരത്തി 1955 വരെയും പുറനാട്ടുകര അടാട്ട് ദേശത്തെ ക്രൈസ്തവർ ആധ്യാത്മിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കെല്ലാം ആശ്രയിച്ചിരുന്നത് മാതൃദേവാലയമായ ഈ ആമ്പക്കാട് സെന്റ് മേരീസ് ദേവാലയത്തെയാണ്. സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം പുറനാട്ടുകര, അതിൻ്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 55 വർഷങ്ങൾക്ക് മുൻപ് ആമ്പക്കാട് ഇടവകയായിരുന്നു. ആ കാലഘട്ടത്തിലെ ഈ പ്രദേശത്ത് തിങ്ങിപ്പാർത്തിരുന്ന ജനങ്ങൾക്ക് വളരെ ദീർഘമായ യാത്ര ചെയ്ത് ആമ്പക്കാട് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അന്നത്തെ ഏതാനും പേര് ചേർന്ന് ഈ പ്രദേശത്ത് അല്പം സ്ഥലം വാങ്ങുകയും അവർ സ്വതന്ത്രമായ രീതിയിൽ ഒരു ചെറിയ പള്ളി പണിത് അവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ 50 വർഷങ്ങൾ കൊണ്ട്
ഈ ദേവാലയത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് അത്ഭുതാവഹമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. 200-250 കുടുംബങ്ങളായിട്ട് ആരംഭിച്ച ഈ ദേവാലയം, ഈ ഇടവക, ഇന്ന് ഏകദേശം 1000-ലധികം വീടുകളായിട്ട് 4 കുരിശുപള്ളികൾ, 27 കുടുംബ കൂട്ടായ്മകൾ, ഒരു കോൺവെൻറ്റ് എന്നീ നിലകളിലൊക്കെ വളരെ വിസ്തൃതമായ രീതിയിൽ അതിൻ്റെ അജപാലന രംഗത്ത് പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്ബഹയുടെ നടുവിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ ഈ തിരുസ്വരൂപം മാതൃദേവാലയമായ ആമ്പക്കാട് നിന്നും ഇടവക പിരിഞ്ഞപ്പോൾ അവിടെ നിന്നും ജനങ്ങൾ പ്രദക്ഷിണമായി കൊണ്ടുവന്നാണ് ഇവിടത്തെ മദ്ബഹയിൽ സ്ഥാപിച്ചത്. വിശുദ്ധ സെബസ്റ്റ്യാനോസിനോടുള്ള ഭക്തി ഇവിടുത്തെ ജനങ്ങളിൽ വളരെ വലുതാണ്. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുഹൃതങ്ങളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും മേലധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും മാർ ടോണി മെത്രാനു വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമളപ്പൂവനിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, ധരയിന്മേ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങൾ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ
എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ദേവാലയത്തിലെ ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി. സെൻറ്റ് സെബാസ്റ്റ്യൻ പൊർണാട്ടുകര ദേവാലയത്തിൽ നിരവധിയായിട്ടുള്ള സംഘടനകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെയും യുവജനങ്ങളുടെയും മുതിർന്നവരുടെയും സംഘടനകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 18ഓളം സംഘടനകളാണ് വളരെ സജീവമായിട്ട് ഈ ദേവാലയത്തിൽ പ്രവർത്തിക്കുക. KCM, CLC, അൽത്താര സംഘം, വിൻസെൻ്റ് പോൾ തുടങ്ങിയ സംഘടനകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു തിരുനാളുകളും ആഘോഷവുമായിട്ടുള്ള ദിവസങ്ങളും വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുവാനായിട്ട് ഈ സംഘടനകളുടെ നേതൃത്വം എന്നും ഈ ദേവാലയത്തിന് ഒരു മുതൽക്കൂട്ടാണ്. വിശ്വാസ പരിശീലനവും ഇവിടെ മികച്ച വിധത്തിൽ നടന്നുവരുന്നു. ഞാൻ സിസ്റ്റർ ആൻമരിയ MLF പൊർണാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഏകദേശം 800ഓളം കുട്ടികളാണ് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്ലേ ക്ലാസ് മുതൽ അഡ്വാൻസ്ഡ് കാറ്റഗിസമായ ACC വരെ 23ഓളം ക്ലാസ്സുകളിലായി 35ഓളം അധ്യാപകർ അവർക്ക് പരിശീലനം നൽകുന്നു. മതബോധന ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോജു പനക്കിലച്ചൻ്റെ നേതൃത്വത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായും അച്ചടക്കത്തോടും കൂടെ ഇവിടെ പരിശീലനം നൽകുന്നു. കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലങ്ങളിൽ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ കുട്ടികൾക്ക് വേദപാഠം നൽകുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യമേ ഓ സ്നേഹസാഗരമേ നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും ദിവ്യകാരുണ്യ ഭക്തിയിലും ഈ ഇടവക സമൂഹം മുന്നിലാണ്. എല്ലാ ദിവസവും 10 മുതൽ 12 വരെയും നിത്യാരാധനയും ശനി ദിവസങ്ങളിൽ 9 മുതൽ 11 വരെ ജാഗരണ പ്രാർത്ഥനയും പതിവായി നടത്തിവരുന്നു. ദേവാലയത്തിൻ്റെ ആത്മീയ ഭൗതിക മേഖലകളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സന്യാസഭവനത്തിലെ സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ എടുത്തു പറയേണ്ടതാണ്. എൻ്റെ പേര് സിസ്റ്റർ ട്രീസ. ഞങ്ങളുടെ ഭവനത്തിൽ 4 മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ ഭവനത്തിലെ സുപ്പീരിയറാണ്. മിഷണറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷൻ ചങ്ങനാശ്ശേരി MLF സിസ്റ്റേഴ്സ് എന്ന് പറയും. ഞങ്ങളുടെ ഒരു ഭവനം തൃശ്ശൂർ രൂപതയിലെ ഈ പൊർണാട്ടുകര ഇടവകയിൽ സ്ഥാപിതമായിട്ട് 6 വർഷത്തോളമായി. പൊർണാട്ടുകര ഇടവക ദൈവവിളികളുടെയും സംഘാതമായ സംഘടനാ പ്രവർത്തനങ്ങളുടെയും എല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇടവകയാണ്. ഞങ്ങൾ ഇടവകയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. ഇടവക ദേവാലയം അലങ്കരിക്കുക, ഭവന സന്ദർശനം നടത്തുക, രോഗീ പരിചരണം, കാറ്റഗിസം, ആദ്യകുർബാന കൈക്കൊള്ളലിന് കുഞ്ഞുങ്ങളെ ഒരുക്കുക, വിവാഹത്തിന് ഒരുക്കുക എന്ന് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു.
പ്രിയപ്പെട്ട വികാരി അച്ഛൻ്റെ അതിശക്തമായ നേതൃത്വത്തിൽ ആധ്യാത്മികമായും ഭൗതികമായിട്ടും ഞങ്ങളുടെ ഇടവക മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ദൈവവിളിയിലും വലിയ മുന്നേറ്റമാണ് ഈ ഇടവകയിൽ കാണാൻ കഴിയുന്നത്. പുറനാട്ടുകര ഇടവക എന്നും ദൈവവിളി പ്രോത്സാഹനത്തിൻ്റെ മേഖലയിൽ നന്നേ ശ്രദ്ധ വെച്ചിട്ടുള്ളവരാണ്. ഇടവക കൂട്ടായ്മയിൽ നിന്നും 11ഓളം വൈദികർ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടിയും ലത്തീൻ അതിരൂപതകൾക്ക് വേണ്ടിയും വിവിധ കോൺഗ്രിഗേഷനുകൾക്ക് വേണ്ടിയും ഇന്ത്യക്കകത്തും പുറത്തുമായി വൈദികർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും ഇടവക കൂട്ടായ്മയിൽ നിന്ന് 7ഓളം ബ്രദേഴ്സ് ഇന്ന ദിവസങ്ങൾ ഇവിടെയുണ്ട്. വൈദിക വസ്ത്രം സ്വീകരിച്ചവരും കാറോയപ്പട്ടം സ്വീകരിച്ചവരും ആസ്പിറൻസി കാലഘട്ടം പൂർത്തിയാക്കുന്നവരും ഒക്കെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇടവക കൂട്ടായ്മയിൽ നിന്ന് 75ഓളം സന്യാസിനികൾ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശീയവും വിദേശീയവുമായ വിവിധങ്ങളായ സന്യാസിനി സമൂഹങ്ങളിലായി ഇന്ത്യക്കകത്തും പുറത്തുമായി സന്യാസിനികൾ സേവനം ചെയ്തുകൊണ്ടുവരുന്നു. ഈ ദിവസങ്ങളിൽ ഇനിയും പൗരോഹിത്യ ദൈവവിളികൾ സ്വീകരിക്കുവാനായി വിവിധ യുവതി യുവാക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവവിളി പ്രോത്സാഹനത്തിൽ ഏറെ ശ്രദ്ധ വച്ചിട്ടുള്ളവരാണ് ഈ ഒരു ഇടവക കൂട്ടായ്മ. ഈ ഒരു ഇടവകയിൽ നിന്നുകൊണ്ട് ദൈവവിളിയിൽ ആഴത്തിൽ വളരുവാനായി വളരെ അധികം സാധിച്ചിട്ടുണ്ട്. ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കപ്പേളകൾ അതാത് പ്രദേശത്തെ വിശ്വാസ സമൂഹത്തിന് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാനും പരസ്പരം സൗഹാർദ്ദം പുലർത്താനും വഴിതെളിയിക്കുന്നു. പുറനാട്ടുകര ലിറ്റിൽ ഫ്ലവർ ചാപ്പൽ, അടാട്ട് സെന്റ് മേരീസ് കപ്പേള, അടാട്ട് ചന്തക്കപ്പേള വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ, പള്ളിയുടെ മുൻവശം പ്രധാന റോഡിനോട് ചേർന്നുള്ള സെന്റ് ജോർജ് കപ്പേള, ദേവാലയത്തിന് മുൻവശം പ്രത്യേകം നട്ടുവളർത്തുന്ന പനകൾ മനോഹരമായ കാഴ്ചയാണ്. പള്ളിയുടെ മുൻവശം തീർത്തിട്ടുള്ള കിണർ വളരെ മികച്ച രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ജലം ഇതുവഴി സംഭരിക്കുന്നു. ദൈനംദിന ആവശ്യങ്ങളുടെ നടത്തിപ്പിനായുള്ള പള്ളിമേള, സംഘടനകളുടെ ഓഫീസുകളും ഇതിൽ പ്രവർത്തിക്കുന്നു. ദേവാലയത്തിന് മുൻവശം കുട്ടികൾക്കു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കളിക്കുന്നതിനുള്ള സംവിധാനങ്ങളും അതിനോട് ചേർന്ന് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിത ചിത്രങ്ങളും കുട്ടികളെ ദേവാലയത്തോട് ചേർത്ത് നിർത്തുന്നതിനും ആത്മീയതയിൽ വളരാനും വഴിതെളിക്കുന്നുണ്ട് ഇവിടെ. ഇടവക പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ 3 കൈക്കാരന്മാരാണ്. ഞാൻ വിൻസെൻ്റ് അക്കരപ്പറ്റേക്കൽ, ബാബു ചിറ്റലപ്പള്ളി, വർഗീസ് മാങ്ങൻ ശാരീരിക അസ്വസ്ഥങ്ങൾ മൂലം ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇടവക ആമ്പക്കാട് പള്ളിയിൽ നിന്നും തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. ഈ ഇടവക സ്ഥാപിച്ചത് ആൻ്റണി കുന്നംകുളത്ത് അച്ഛനാണ്. ഈ ഇടവകയ്ക്ക് ഇത്രയ്ക്കും ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്
സേവ്യർ അക്കര അച്ഛനാണ്. ഈ വർഷകാലങ്ങളിലെ ഈ പള്ളിയുടെ ഒത്തിരി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട്, ഞങ്ങളുടെ സർവീസ് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളിയുടെ ഏരിയകൾ മുഴുവനും വൃത്തിയാക്കി സൂക്ഷിക്കുവാനും പുതിയ പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് അതിനെ മനോഹരമാക്കി കാത്തു സൂക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ മനോഹരമായിട്ടും ആത്മീയവും ബൗദ്ധികവുമായിട്ടുള്ള ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾ സന്നദ്ധരുമാണ്. ഇത് പുറനാട്ടുകരയിലെ പരേതർ അന്ത്യവിശ്രമം കൊള്ളുന്ന സിമിത്തേരി. അവസാന കാഹളം മുഴങ്ങുമ്പോൾ ഇവർ ഓരോരുത്തരും താതൻ്റെ പക്കൽ ചേർന്ന് നിൽക്കട്ടെ. പുറനാട്ടുകരയുടെ വിരിമാറിൽ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒരേ മനസ്സോടെ ഒരു ജനത കണ്ട സ്വപ്നം ദേവാലയമായി ഉയർന്നു നിൽക്കുമ്പോൾ ഇതിൻ്റെ നിർമ്മിതിയുടെ പുറകിൽ കൂട്ടായ്മയുടെ, പ്രാർത്ഥനയുടെ, സഹനത്തിൻ്റെ, വിയർപ്പിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ നേർക്കാഴ്ചകളുണ്ടാകും. ആരംഭകാലം മുതൽ ഇവിടെ സേവനം ചെയ്ത എല്ലാ വൈദികരെയും, സന്യസ്തരെയും, അൽമായരെയും ഹൃദയപൂർവം ഞാൻ നമിക്കുന്നു. ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ എല്ലാ മധ്യസ്ഥ അനുഗ്രഹവും ഓരോ പ്രേക്ഷകനും ആശംസിച്ച് ഞാൻ പതിവ് യാത്ര തുടരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കേണ്ട നമ്പർ 0480 270 893 860 642 0099.